പ്രിയപ്പെട്ടവരെ, മനോജ് മാസ്. നമ്മുടെ ബഹുമാന്യനായ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വീഡിയോ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഞാൻ അത് പോസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം KSRTCയിൽ കൊണ്ടുവരുന്ന വികസനങ്ങളും മാറ്റങ്ങളും നഷ്ടത്തിലായ KSRTCയെ ലാഭത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും ചെയ്യുക ഗണേഷ് കുമാറിനെ രാഷ്ട്രീയ ഭേദമന്യേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ വീഡിയോ കൂടി ഒന്ന് കാണണം. എമിറേറ്റ്സിന്റെ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ എന്ത് കിട്ടുമോ അത് KSRTC ബസിന്റെ ബിസിനസ് ക്ലാസ്സിൽ കിട്ടും. ജോലി ചെയ്യാതെ പൈസ വാങ്ങാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നേ ലീവ് എടുത്തു പോവാം, അല്ലെങ്കിൽ രാജിവെച്ചു പോവാം. അതിനി അനുവദിക്കത്തില്ല. ജോലി ചെയ്യാതെ കുറച്ചൊരു പൈസ ഉണ്ടാക്കി കുറച്ച് പാവങ്ങൾ കിടന്ന് ജോലി ചെയ്യുകയും ചെയ്യാം. വണ്ടി കഴുകാതെ പോകരുത്. ഈ വാങ്ങിയ പുതിയ വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കിയിരിക്കണം. വണ്ടി കഴുകാതെ പോയാൽ ADയുടെ പേരിലും നടപടി ഉണ്ടാവും. അതിന് വേറെ താഴോട്ട് ആരാ എന്തുവെന്നൊന്നും ചോദിക്കത്തില്ല, എടുക്കത്തില്ല, തിരിച്ച് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. അടുത്ത 6 മാസത്തേക്ക് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 40 വർഷത്തിന് ശേഷം KSRTC 1,57,00,000 രൂപ ലാഭമുണ്ടാക്കിക്കൊണ്ട് മുന്നേറിയ ദിവസങ്ങളാണ്. അതായത് 1,19,00,000 രൂപ വർഷങ്ങളായി നമ്മൾ എടുത്തു കൂട്ടിയ കടത്തിന്റെ തിരിച്ചടവും പോയതിന് ശേഷം ആ 1,19,00,000 രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എല്ലാ ദിവസവും അടയ്ക്കുന്നുണ്ട്. നമ്മൾ അത് അടച്ചതിന് ശേഷം KSRTCയുടെ ലാഭം 1,57,00,000 രൂപയ്ക്ക് മുകളിൽ വരികയും തൊട്ടടുത്ത ദിവസമായ മെനഞ്ഞാന്ന് KSRTCയുടെ ലാഭം ഏതാണ്ട് 20 ലക്ഷം രൂപയുണ്ട്. ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയ ഒരു സ്ഥാപനം അവിടുത്തെ മാനേജ്മെന്റിന്റെയും തൊഴിലാളികളുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ ഒറ്റക്കെട്ടായി ഉയർന്നു പൊങ്ങിയ കാഴ്ചയാണ് കണ്ടത്. ഒരു വണ്ടിക്ക് 2 ഡ്രൈവർ 2 കണ്ടക്ടർ. അവർ വന്നില്ലെങ്കിൽ വണ്ടി എടുക്കേണ്ട എന്നാണ് തീരുമാനം. അവർ വന്നില്ലെങ്കിൽ അന്ന് വണ്ടി ഓടിക്കേണ്ട എന്നാണ് തീരുമാനം. അത് തുറന്നു പറയാൻ മടിയൊന്നുമില്ല. കാരണം എടുത്തോണ്ട് പോയി ഇടിച്ചേച്ച് ചാമ്പി അവിടെ കൊണ്ട് ഇട്ടിട്ട് പോകും. ഇടിച്ച് ചാമ്പി അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോകും. പിന്നെ വേറെ ആൾ ഞാൻ കണ്ടില്ല, അതാരാ ഉത്തരം 2 പേരെ ഏൽപ്പിച്ചു, അവരെ കണ്ടില്ല. അതൊന്നും പറ്റൂല. സ്കാനിയ ഓൾവോ ബസ്സുകൾക്ക് 6 പേരെയാണ് കൊടുത്തേക്കുന്നത്. ഡ്രൈവർ കം കണ്ടക്ടർ 6 പേരാണ്. 6 പേരും ഇല്ല. 7ാമതൊരാൾ ഓടിക്കേണ്ടി വന്നാൽ ആ ബസ് അന്ന് ഓടിക്കേണ്ട. അതിന്റെ നഷ്ടം നമ്മൾ സഹിച്ചു. കാരണം അറിയാം, അതിനേക്കാളും വലിയ നഷ്ടമാണ് ഇത് എടുത്തുകൊണ്ട് പോയി ഇടിച്ച് തുലച്ചു കൊണ്ട് ഇട്ട് കൊടുക്കും. ആരുമില്ല ഉത്തരവാദി. ആരാ എന്റെ വണ്ടി ഇടിച്ചു, ആരാ മറ്റേ ആൾ എടുത്തുകൊണ്ട് പോയി, അല്ല ഞാനല്ല സാറേ. പണിഷ്മെന്റിന്റെ ഒന്നും കാര്യമില്ല. ഒരു ഡ്രൈവറെയും കണ്ടക്ടറെയും വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവർ ഓടിച്ചോളുക. അവരെ സ്വന്തം വണ്ടി പോലെ, എന്റെ സ്വന്തം കാറ് പോലെ കൊണ്ടുനടന്നോണം. അതിനകത്ത് എന്ത് അലങ്കാരം വയ്ക്കാം, പാട്ട് വയ്ക്കാം, അതിനകത്ത് TVയിൽ പോണ്ട്, TVയിൽ സിനിമ പാട്ടിട്ട് കാണിക്കാം. അതെല്ലാം അവരെ ഇഷ്ടമാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. റൈറ്റ് ഇല്ലാത്ത പടമൊന്നും എടുത്തിട്ട് കളയരുത്, പൈറസി പടമൊന്നും എടുത്തിട്ട് കളയരുത്. ബാക്കി പാട്ടിട്ട് കാണിക്കുന്നതിനോ സിനിമാ പാട്ട് കേൾപ്പിക്കുന്നതിനോ എന്ത് ഒരു പ്രശ്നമില്ല. അത് അവർ ചെയ്തു, അവരെ ഇഷ്ടത്തിന് ചെയ്തോളൂ. അതിന്റെ ഉത്തരവാദിത്തം അവർക്കായിരിക്കും. അവർ കൊണ്ട് നടന്നോണം, അവർ നോക്കിക്കോണം. ഈ വണ്ടിക്കകത്ത്, ചെറിയ വണ്ടിക്കകത്ത്, ഈ മിനി ബസ്സിനകത്ത് വൈഫൈ ഉണ്ട്. ലിങ്ക് ബസ്സിൽ വൈഫൈ വെച്ചിട്ടില്ല. മറ്റ് ബസ്സുകളിലെല്ലാം വൈഫൈ വെച്ചാണ് വരുന്നത്. 1 GB വൈഫൈ ഫ്രീ ആണ് സാധാരണക്കാർക്ക്. അപ്പൊ അത് ഉപയോഗിക്കാം. അതിന്റെ ചാർജറുണ്ട്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നശിപ്പിച്ച് കളയാതെ നോക്കുക. എല്ലാ